ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 18/5/2024, 19/5/2024. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം UAE. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ ഗോൾഫ് താരം ദീക്ഷ ദാഗർ. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. അക്വാട്ടിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാൻ. സംസ്ഥാന മലയാളം മിഷൻ ആദ്യമായി നടത്തിയ ഭാഷാ തുല്യത പരീക്ഷയുടെ പേര് നീലക്കുറിഞ്ഞി. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര താപം പ്രസരിക്കുന്നു എന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും മനസ്സിലാക്കുന്നതിനായി നാസ തയ്യാറാക്കിയ ദൗത്യം ഫ്രീ ഫയർ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡായി ഉൾപ്പെട്ട റോക്കി ഹുസൈൻ്റെ നോവൽ സുൽത്താനാസ് ഡ്രീം. അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായ്. ആരോഗ്യത്തിനുള്ള മൗലികാവകാശത്തിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശവും ഉൾപ്പെടുന്നു എന്ന വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതി. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ആഗ്. മെയ്യിൽ പക്ഷിപ്പനി ബാധയിൽ വംശനാശം സംഭവിച്ച താറാവ് സ്നോ വൈറ്റ്. ആരോഗ്യവകുപ്പിന്റെ സംയോജിത രോഗനിരീക്ഷണ പദ്ധതി റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ജീവന് ഭീഷണിയായ പകർച്ചവ്യാധികളിൽ ഏറ്റവും അപകടകാരി എലിപ്പനി, 2ാം സ്ഥാനം ഡെങ്കിപ്പനി, 3ാം സ്ഥാനം മഞ്ഞപ്പിത്തം. Thanks for watching. Please like and subscribe.